ഹായ് ഹലോ നമസ്കാരം. കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ. നമ്മൾ ഈ വൺ ഡേ ടൂർ നടന്നത് കുറച്ച് ദിവസത്തിന് മുമ്പാണ്. അതായത് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു റിലാക്സ്. അത് ആരെ ആഗ്രഹിക്കാത്തയില്ലേ, എല്ലാ തിരക്കിൽ നിന്നും വിട്ട് നമ്മുടെ സന്തോഷത്തിൻ്റേതായ കുറച്ച് നിമിഷങ്ങൾ അതെല്ലാവരുടെയും ലൈഫിൽ വേണം. നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളായാലും സമൂഹത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെട്ട് പോയാലും അല്ലെങ്കിൽ ജോലിയുടെ തിരക്കുകളായാലും അതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്നുകിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഒരു യാത്ര, നമ്മളെല്ലാവരും എല്ലാം മറന്ന് സന്തോഷിച്ചൊരു യാത്ര. അത് ആരും ആഗ്രഹിക്കാത്തത്. അങ്ങനെ ഒരു ട്രിപ്പായിരുന്നു ഇത്. അഷ്ടമുടിക്കായലിൽ നിന്ന് JK ക്രൂസിൻ്റെ ഒരു ഹൗസ് ബോട്ടിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ മൺട്രോത്തുരുത്ത് സാമ്പ്രാണിക്കുടി വഴി കറങ്ങി വരുന്ന ഒരു യാത്ര, ഒരു ദിവസത്തെ ട്രിപ്പ്. 1500 പെർ ഹെഡിന് വരുന്നത്. എന്താ പറയുക, ഫുഡും നമ്മുടെ സ്നാക്സും രാവിലത്തെ ഒരു 11 മണി 11:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ചീനിയും നല്ല കേരക്കറിയും ഒരു മുളക് ചമ്മന്തിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു മോർണിംഗിലൊരു ഫുഡും, അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് അവിയൽ, തോരനും സാമ്പാർ, പരിപ്പ്, മോര്, കരിമീൻ ഫ്രൈ, ചിക്കൻ തോരൻ, ഇതെല്ലാം ചേർത്തിട്ടുള്ള ഫുഡും ഒക്കെ ചേർന്നൊരു ദിവസത്തെ യാത്ര. ഈ കണ്ടില്ലേ, ഈ ബോട്ടിലിരിക്കുന്ന 10-23 പേരുണ്ട്. ഇതിൽ കുറച്ച് എൻ്റെ കുട്ടികളും ഞാനും ഒഴിച്ച് ബാക്കി എല്ലാവരും പല സ്ഥലത്തുനിന്നും വന്നതാണ്. അവരുമായിട്ട് ചേർന്നിട്ടുള്ള പല ഗെയിം ഷോകളും. അതിനകത്ത് 2 പേര് ടൂർ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ നല്ല അതിമനോഹരമായിട്ട് പാടുന്ന 2 പേരായിരുന്നു. അവർ നമ്മൾ മിങ്കിൾ ചെയ്യാത്തവരാണെങ്കിൽ പോലും അതിനകത്ത് ഗെയിമിലെല്ലാം നമ്മളെ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ട് നല്ല പോലെ നമ്മളെ ആ ഒരു ദിവസത്തിലെ ഏറ്റവും എത്ര സന്തോഷം നമുക്ക് തരാൻ പറ്റുമോ അത്രയും സന്തോഷം നമുക്ക് തരും. ഇതൊരു പനിഷ്മെൻറ്റ് ടാസ്ക് ആയിരുന്നേ. ടാസ്കിൽ പരാജയപ്പെട്ട ചേച്ചിയെ കൊണ്ട് ഒരു മുറൈ വന്ന് പാർത്തായ എന്ന സോങ് ചെയ്യിക്കുന്നത്. ആ കൂടെ നിൽക്കുന്ന ആൾ നമ്മുടെ കണിയാപുരം ബസ് സ്റ്റാൻഡിലെ KSRTC സ്റ്റാൻഡിലെ ഡ്രൈവറാണ്. അദ്ദേഹം വരുന്ന യാത്രക്കാരുമായിട്ടൊക്കെ വളരെ ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മുറൈ വന്ന് പാർത്തായ സോങ്ങിൽ രാമനാഥനായിട്ട് വരികയാണ് കക്ഷി. ആ ചേച്ചിക്ക് മാക്സിമം സപ്പോർട്ടൊക്കെ കൊടുത്തു. അങ്ങനെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞവരും ഫാമിലിയായിട്ട് വരുന്നവരും അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. എൻ്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളും അവരുടെ മക്കളും ഒക്കെ അതിനകത്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പ്രൈസ് അങ്ങനെയായിട്ട് കൊടുക്കാൻ പറ്റുമ്പോൾ അവർ ചെയ്തില്ലെങ്കിൽ തന്നെയും അതിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റൊക്കെ നമ്മുടെ ലിൻഡ കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രാമനാഥൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട്. അതുപോലെ നിരവധി ഗെയിം ഷോകൾ അതിനകത്തുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല ഡംഷറാസ് പോലെ നമ്മളൊരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ കാണിച്ചു കൊടുക്കുക, അതങ്ങോട്ട് അഭിനയിച്ച് കാണിക്കുക. ലാസ്റ്റ് ചെല്ലുമ്പോൾ അത് പറയുകയെന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിലൊരു കാര്യം കിട്ടുമ്പോൾ അത് പലരുടെ കയ്യിൽ ചെല്ലുമ്പോൾ അവസാനം കിട്ടുന്നത് എന്തായിരിക്കും എന്നുള്ളൊരു സമൂഹത്തിലുള്ളൊരു തിരിച്ചറിവും കൂടിയാണ് ആ ഒരു ഗെയിം ഷോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിരവധി ഗെയിം ഷോകൾ. പിന്നെ വൈകിട്ട് 4 മണിയാകുമ്പം നല്ല ചൂട് ചായയും പഴംപൊരിയും അങ്ങനെ ആ സ്നാക്കും ഒക്കെ കഴിച്ചിട്ട് നമ്മുടെ എല്ലാവിധ സങ്കടങ്ങളും മറന്ന് ഓണമൊക്കെ ആകുമ്പം നമ്മുടെ എല്ലാ ഷോപ്പുകളിലും ഭയങ്കര തിരക്കൊക്കെയാണ്. അതുപോലൊരു റെസ്റ്റിംഗ് ടൈമാണ് ഈ കന്നിമാസം എന്ന് പറയുന്നത്, ചിക്കൻ കഴിഞ്ഞുള്ള കന്നിമാസം. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ ഒരു ദിവസം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഇതിൽ ലിൻഡയാണേ, എൻ്റെ കുട്ടിയാണേ. അവൾ ഒരുവിധം എല്ലാ ഗെയിമിലും അവൾ പങ്കെടുത്തു. ഫസ്റ്റ് തന്നെ അവൾക്ക് കിട്ടുകയും ചെയ്തു. ഇത് ഈ കുപ്പി ഇങ്ങനെ വെച്ചിട്ട് നമ്മളെ കറക്കി വിടുകയാണ്. അപ്പം കുപ്പിയുടെ പുറത്തൂടെ നമ്മൾ കാല് വെച്ചിട്ട് അങ്ങ് എത്തണം. പക്ഷേ അവർ നമ്മുടെ തല ചുറ്റിച്ചിട്ടൊക്കെ വിടുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഏതെങ്കിലും ഏരിയയിലേക്കായിരിക്കും എത്തിപ്പെടുന്നത്. അങ്ങനെയുള്ള ഗെയിംസുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇവരൊക്കെ നല്ല പ്രായമുള്ള ആൾക്കാരാണ്, റിട്ടയർമെൻറ്റൊക്കെ കഴിഞ്ഞ് അവർ ഫാമിലിയായിട്ട് വന്നേക്കുന്നതാണ്. ഇതൊരു കലാശക്കൊട്ട് പോലെ ഒരു ഗെയിമായിരുന്നു. നന്നായിട്ട് അവരെല്ലാം എൻജോയ് ചെയ്ത് കളിച്ചു. കുറച്ച് നേരമെങ്കിൽ കുറച്ച് നേരം, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അത് എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയം നമ്മൾ പാഴാക്കരുത്. ഇന്ന് ഈ നിമിഷം മാത്രമേ ഉള്ളൂ. നാളെ എന്ന് പറയുന്നതോ നാളത്തെ നിമിഷമോ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമായിരുന്നു. ഇതിനകത്തൊക്കെ കുറച്ച് പുറകിലാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. പക്ഷേ മാക്സിമം നമ്മളിതൊക്കെ എൻജോയ് ചെയ്യും. പോയി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത്
ഒരു 2 മാസം കൂടുമ്പോഴോ 3 മാസം കൂടുമ്പോഴോ ഫാമിലി മെമ്പേഴ്സും ഒത്തോ അതല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫും ഒത്തോ ഇങ്ങനെയുള്ളൊരു ടൂറ് വീണ്ടും വീണ്ടും നമ്മൾ പോകണം എന്നുള്ളത്. അതിപ്പോൾ KSRTC വളരെ അഫോർഡബിൾ റേറ്റിന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. ടൂറ് പോകുമ്പോൾ നമ്മൾ ആ ടൂറിനെ എൻജോയ് ചെയ്യുക. അങ്ങനെ ഒരു മിതമായ നിരക്കിൽ നമുക്ക് യാത്ര ചെയ്യാനൊക്കെ പറ്റുന്നതായിട്ടുള്ള സർവീസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ സർവീസുകളെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമായ ഒരു ദിവസമായിരുന്നു അത്. എല്ലാ വേദനകളും മറന്നു, എല്ലാ സങ്കടങ്ങളും മറന്നു. എവിടെ നിന്നൊക്കെയോ വന്ന 10-63 പേരുമായിട്ട് ഒരു കുടുംബം പോലെ ഒരു ദിവസം മൊത്തം സന്തോഷിക്കാൻ പറ്റിയ കുറച്ച് നിമിഷങ്ങൾ. അങ്ങനെയുള്ള സന്തോഷങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തത് ഇതിനകത്തെ ആ കേരക്കറിയും കേരച്ചൂര അതല്ലേ നിങ്ങളുടെ നാട്ടിലും പറയാം, അതും ചീനിയും ഒക്കെ മാക്സിമം എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. എത്ര വേണമെങ്കിലും അവർ ഫുഡൊക്കെ നമുക്ക് തരും. പിന്നെ ഇവർ മൺട്രോത്തുരത്തിലേക്ക് പോകുന്ന യാത്രയാണ്. മൺട്രോത്തുരത്തിൽ ഞാൻ പോയില്ല. ഞാൻ വെയിലിൽ എനിക്ക് ഇത്തിരി പ്രശ്നമുണ്ട് മൈഗ്രെയിൻ്റെ, അതുകൊണ്ട് ഞാനത് അവോയ്ഡ് ചെയ്തു. പക്ഷേ ഇതിനകത്ത് ഇരിക്കുന്ന എൻ്റെ സ്റ്റാഫും അവരുടെ കുട്ടികളും ഒക്കെയാണ്. അവരൊക്കെ മൺട്രോത്തുരത്തൊക്കെ പോയി മാക്സിമം എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് വന്നു. അത് കണക്ക് തന്നെ സാമ്പ്രാണിക്കുടിയിലേക്ക് യാത്രയുണ്ടായിരുന്നു. പക്ഷേ അതവർ പോയില്ല. കാരണം കുട്ടികളുമായിട്ടൊക്കെ വെള്ളത്തിൽ ചെന്ന് ചാടുകയും പിന്നെ ഡ്രസ്സ് മാറാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവർ ആ യാത്ര സ്കിപ്പ് ചെയ്യുമായിരുന്നു. ഇതിന് പെർ ഹെഡ് 100 രൂപയാണ് വരുന്നത്. സാമ്പ്രാണിക്കുടിയിലേക്ക് പോകുന്നതിന് പെർ ഹെഡ് 150 ആണ് വരുന്നത്. അങ്ങനെ യാത്രകളെല്ലാം എൻജോയ് ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് ഒരു സർപ്രൈസ് ഉണ്ടാകുക നമുക്കറിയാൻ പറ്റില്ല അല്ലേ. നമ്മൾ നനച്ചിരിക്കാത്ത സമയങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സർപ്രൈസായിട്ട് പലതും സംഭവിക്കും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ സർപ്രൈസായിട്ടൊരു കാര്യം ഉണ്ടായി കേട്ടോ. ലാസ്റ്റ് നമുക്കൊരു കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് ഇന്നത്തെ ആ ട്രിപ്പ് അവസാനിക്കുന്നത്. അപ്പോൾ ചുമ്മാ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നത് കേട്ടു, ഈ അടുത്ത ദിവസങ്ങളിൽ വല്ലതും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. ഭാഗ്യവശാൽ പിറ്റേന്ന് എൻ്റെ പിറന്നാളായിരുന്നു സെപ്റ്റംബർ 23. അങ്ങനെ ഞാൻ അതിനകത്ത് ചെന്നു. എന്നെക്കൊണ്ട് കേക്ക് കട്ട് ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. എന്നെ അറിയാത്ത ഒരുപാട് പേരോടൊപ്പം അവരുടെ എല്ലാം വിഷസോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ എനിക്ക് പറ്റി. സർപ്രൈസ് എന്ന് പറയുന്നതും നെക്സ്റ്റ് മൊമെൻ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ ഇതാണ്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാൻ പറ്റാത്ത നിമിഷം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് എങ്ങനെയായിരുന്നു. ഒരിക്കൽ പോലും നമ്മളിത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. താങ്ക് യു ആൾ. താങ്ക് യു സോ മച്ച്.